വർഷക്കാലത്ത് നമ്മുടെ അഡീനിയത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് വർഷക്കാലം നല്ല പെർഫെക്റ്റ് ഓക്കെ ആവാൻ വേണ്ടി നമ്മൾ ഈ ഒരു പൊടി ചെടിച്ചട്ടിയിൽ മിക്സ് ചെയ്താൽ മതി. നല്ല ഓക്കെ ആയിരിക്കും. ഉറുമ്പ് ശല്യം അതുപോലെ തന്നെ ചീയൽ രോഗം ഒന്നും വരാതിരിക്കും. ഇതാണ് നമ്മുടെ അഡീനിയം കളക്ഷൻസ്. ജൂൺ മാസം വരുമ്പോൾ തന്നെ കാലവർഷത്തി. അപ്പൊ ഞാൻ അഡീനിയം ചെടികളൊക്കെ വീടിന്റെ ഷെയ്ഡിലേക്ക് വെച്ചു. അപ്പൊ ഇവിടെ നല്ല വെയിലും കിട്ടും, അതുപോലെ തന്നെ മഴയും കൊള്ളില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. ചെടി ചീഞ്ഞൊന്നും പോയില്ല. പിന്നെ ഇത്തിരിയും കൂടി ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊടി ഞാൻ ചേർക്കുന്നത്. ചെടിക്ക് ഒരു കംപ്ലൈന്റും വരാണ്ടിരിക്കാനും അതുപോലെ അഴുകൽ രോഗം ഒന്നും ഇല്ലാണ്ട് കിട്ടും, ഉറുമ്പിന്റെ ശല്യം ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ ചെടികളും നല്ല ഇതാണ്. ഇനി ഈ വർഷക്കാലത്ത് നമുക്ക് പ്രൂണിങ് ചെയ്യാൻ അത്ര നല്ലതല്ല. നല്ല വെയിലുള്ള സമയത്ത് വേണം പ്രൂണിങ് ചെയ്യാൻ. കുറെ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഏത് സമയത്ത് പ്രൂണിങ് ചെയ്യാന്നുള്ളത്. അപ്പൊ നല്ല വെയിലുള്ള സമയം നോക്കിയിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത്. അതായത് ഒക്ടോബർ മാസത്തിൽ പ്രൂൺ ചെയ്യാം, സെപ്റ്റംബർ ഒക്ടോബറിൽ ആ നല്ല വെയിലുള്ള സമയം നോക്കിയിട്ട് പ്രൂൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം ഇടവിട്ട് കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിലായിട്ട് അടുത്ത സെക്കൻഡ് പ്രൂണിങ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടാണ് ഈ ചെടികളൊക്കെ ഇതുപോലെ നല്ല ബുഷിയായിട്ടിരുന്നത്. അഡീനിയ ഒക്കെ നല്ല പൂക്കൾ നിറഞ്ഞു നിന്ന കാരണം ഞാൻ പ്രൂൺ ചെയ്തില്ല. ഇനി വേണം വെയിലുള്ള സമയം നോക്കി പ്രൂൺ ചെയ്യാനായിട്ട്. പ്രൂൺ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറൊക്കെ ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ സാഫ് തേക്കില്ല അതൊക്കെ. അപ്പൊ നമ്മൾ ഷെയ്ഡിന്റെ ഉള്ളിൽ വെച്ചാൽ തന്നെ ചെടിക്ക് പകുതി കംപ്ലൈന്റുകൾ വരില്ല. പിന്നെ വരുന്ന കംപ്ലൈന്റിന് മഴ പുറത്ത് പെയ്യുമ്പോൾ ഇത് ഡിസേർട്ട് റോസ് ആണല്ലോ. അപ്പൊ മഴ നമ്മൾ പുറത്ത് പെയ്യുമ്പോൾ നമുക്ക് ചെടിക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചെടി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നനയ്ക്കാണ്ടാവുമ്പോൾ ചെടിയുടെ കടയ്ക്കൊക്കെ ഉറുമ്പ് ശല്യം വരും. ആ ഉറുമ്പ് ശല്യം വന്ന് കഴിഞ്ഞാൽ ചെടിയുടെ വേരില് നീരൊക്കെ കുടിച്ച് ചെടിയൊക്കെ ഇങ്ങനെ നശിച്ച് ഇങ്ങനെ ദ്രവിച്ചങ്ങോട്ട് പോവും. അത് ചെടിയുടെ ആരോഗ്യസ്ഥിതി ഒക്കെ പോവും. അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടി ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഉറുമ്പും പൊടി ചേർത്താലും ഓക്കെ ആവും. ഉറുമ്പും പൊടി ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഉറുമ്പിന്റെ ശല്യം ഒന്നും വരില്ല. അപ്പൊ ഇതുപോലെയൊക്കെ നമ്മൾ വർഷക്കാലം ശ്രദ്ധിക്കണം. വർഷക്കാലത്ത് വരുന്ന രോഗങ്ങളാണ് ഈ ഉറുമ്പ് ശല്യം, അഴുകൽ രോഗം, അതുപോലെ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകും. അത് ഓട്ടോമാറ്റിക്കലി പുറത്ത് തണവ് വരുമ്പോൾ ചെടി സ്വയം കണ്ടുപിടിക്കുന്ന ഒരു രക്ഷാമാർഗ്ഗമാണ് ഇലകളൊക്കെ ഇങ്ങനെ പൊഴിച്ച് കളയണത്. അഡീനിയ മഴക്കാലത്ത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റാണ്. ഡിസേർട്ട് റോസ് എന്നാണ് ഈ ചെടിയുടെ പേര് തന്നെ. അപ്പൊ നല്ല വെയിലത്ത് ആണ് വെക്കേണ്ടത്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ അത്രയും അങ്ങോട്ട് കാര്യമായിട്ടുണ്ടാവില്ല. പിന്നെ മഴക്കാലത്ത് നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് ചെടി കംഫർട്ടായിട്ട് ഇരിക്കുക. അതായത് അഴുകൽ രോഗം അങ്ങനത്തെ രോഗങ്ങളൊന്നും വരാണ്ട് ചെടി കംഫർട്ടായിട്ട് ഇരിക്കേണ്ട കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊടി മിക്സ് ചെയ്യണത്. പിന്നെ ഷെയ്ഡിന്റെ അടിയെ വെക്കുക. പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. മഴക്കാലത്തും നമ്മൾ പുറത്ത് വെക്കാനുള്ള രീതിയിൽ ചെടി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ മെയിനായിട്ട് ചെയ്തത് ചെടിച്ചട്ടി മൊത്തം മെറ്റലിട്ടിട്ട് നല്ല നീർവാർച്ചയിലാണ് ചെടിച്ചട്ടി സെറ്റ് ചെയ്തത്. എവിടെ വെച്ചാലും ചെടീനെ നല്ലോണം ശ്രദ്ധിക്കണം. ഷെയ്ഡും വേണം. നല്ല വെയിലും ഉണ്ടായ പൂക്കള് നല്ലോണം ഉണ്ടാവും. ഷെയ്ഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെയിൽ കുറഞ്ഞാലാണ് പൂക്കൾ ഉണ്ടാവാണ്ടിരിക്കുക. വെയിൽ നല്ലോണം ഉണ്ടെങ്കിൽ പൂക്കൾ നിറച്ചുണ്ടായിക്കോളും. ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കും ചെയ്യും. ഷെയ്ഡിൽ വെച്ചാൽ മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാണ്ടാവുമ്പോഴാണ് ഉറുമ്പിന്റെ ശല്യമൊക്കെ വരിക. അങ്ങനെ വരാറുണ്ട്. ചെടിയിൽ സാധാരണ കാണുന്നതാണ് ഉറുമ്പുകൾ ചെടിയുടെ കടയ്ക്ക് നോക്കിയിട്ട് കൂട് കൂട്ടും. അപ്പൊ നമ്മുടെ ചെടിയുടെ ആരോഗ്യമൊക്കെ പോയി ആകെ അങ്ങനെ കേടായി വന്ന് അത് നശിച്ചു പോകാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉറുമ്പും പൊടിയോ അല്ലെങ്കിൽ ഈ ഒരു പൊടിയോ മിക്സ് ചെയ്യണത്. ഈ ഒരു പൊടി ഏതാന്ന് വെച്ചാൽ നമ്മുടെ സാഫ്. അത് നമുക്ക് ചെടിച്ചട്ടി ഒന്ന് കത്തി കൊണ്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സാഫ് ഇങ്ങനെ ചേർക്കാം. അപ്പോൾ ഉറുമ്പ് ശല്യം വരില്ല, അഴുകൽ രോഗം വരില്ല, ചെടി പെർഫെക്റ്റ് ഓക്കെ ആവും. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പൊടിയാണ് നമ്മുടെ അഡീനിയത്തിന് വേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഇതൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക, അത്രയേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ അഴുകൽ രോഗവും ഉറുമ്പ് ശല്യം വരില്ല. അപ്പം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഉറുമ്പും പൊടി ചേർത്താലും മതി, ഉറുമ്പ് ശല്യം മാറിക്കോളും. ഇനി അടുത്തതായിട്ട് നമ്മൾ അഡീനിയത്തിന് വരുന്ന രോഗമാണ് കോഡക്സ് ചീഞ്ഞു പോകുന്നത്. മഴക്കാലത്ത് കോഡക്സ് ചീഞ്ഞു പോകുന്നത് അറിയില്ല. നമ്മൾ കോഡക്സിന്റെ ഭാഗം ഒന്ന് ഞെക്കി അമർത്തി നോക്കിയാൽ കോഡക്സ് ചീഞ്ഞുണ്ടോ ഇല്ല എന്നറിയാം. അതിന് മുന്നേ നമ്മുടെ ചെടി ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് വീണ് പോണ കാണുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വലുതുണ്ടാവുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി ചീഞ്ഞ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഒന്ന് സാഫ് പരട്ടി വെയിലത്തേക്ക് വെക്കുക. എന്നിട്ട് 1-2 ആഴ്ച പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ചെടിച്ചട്ടിയിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചീഞ്ഞ കോഡക്സ് ആയാലും എത്ര ചീഞ്ഞു പോയാലും ചെടി ഒക്കെ ആയിട്ട് കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ അഡീനിയത്തിന് മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാലം ഓവർകം ചെയ്തോളൂ. അഡീനിയം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും ചെയ്യും. പിന്നത്തെ ഫ്ലവറിങ് സീസണിൽ നല്ലോണം ഉണ്ടാവും ചെയ്യും. പിന്നെ നല്ല വെയിലുള്ള സമയം നമുക്ക് മഴക്കാലത്ത് തന്നെ ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല വെയിലൊക്കെ കിട്ടണ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് പ്രൂണിങ് ചെയ്യാൻ പറ്റും.